ഒരാൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ബ്രെത്ത് അനലൈസർ ഉപയോഗിക്കും. രക്തപരിശോധനയിലേക്ക് കടക്കും. ഈ സ്പോട്ടിൽ നിന്ന് ബ്രെത്ത് അനലൈസർ ഒക്കെ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താം. പക്ഷേ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഈ പറഞ്ഞതുപോലെ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലെ എളുപ്പത്തിലുള്ള മാർഗമല്ല. അതിന് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കൃത്യമായ സമയത്ത് സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചില്ല എന്നുണ്ട് എങ്കിൽ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഫലം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് ഈ ലഹരി കേസുകളിലൊക്കെ പരിശോധന നടത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ രക്തം, മൂത്രം, തലമുടി എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിക്കും എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും നഖത്തിന്റെ സാമ്പിളും ശേഖരിക്കാറുണ്ട്. രക്തപരിശോധനയിലൂടെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം കൃത്യമായ സമയത്ത് തന്നെ സാമ്പിൾ ശേഖരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണം നോക്കാം. കൊക്കൈൻ ആണ് എന്നുണ്ടെങ്കിൽ 4 മണിക്കൂറിനകത്ത് തന്നെ ഈ രക്തസാമ്പിൾ ശേഖരിച്ചിരിക്കണം. മെത്താഫെറ്റമിൻ ആണ് എന്നുണ്ടെങ്കിൽ 8 മണിക്കൂറിനകത്ത് സാമ്പിൾ ശേഖരിച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. മൂത്രപരിശോധനയിലൂടെയും കണ്ടെത്താവുന്നതാണ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ടാണ് കൂടുതൽ കാലം നിലനിൽക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ. അതിന് നമ്മുടെ ഹെയറും നമ്മുടെ മുടിയും നഖവുമാണ് പ്രധാനമായിട്ടും അതിൻ്റെ സാമ്പിളാണ് ശേഖരിക്കുന്നത്. ഈ തലമുടിയിലൂടെയുള്ള ടെസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹെയർ റൂട്ടായിരിക്കും. അതിൻ്റെ വേര് നമ്മുടെ തലമുടിയുടെ അതിൻ്റെ വേരിലായിട്ട് അതിൻ്റെ ഡെപ്പോസിറ്റുകൾ അടിഞ്ഞിട്ടുണ്ടാകും. അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. LCMS, GCMS തുടങ്ങിയ പേരുകളിലുള്ള പല വിധത്തിലുള്ള പരിശോധനയുണ്ട്. ആ രീതിയിലൂടെ ആ പ്രക്രിയയിലൂടെയൊക്കെ കടന്നു പോകും. അതിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഫലം കിട്ടും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറുമരുന്ന് ഉപയോഗിച്ചാലും കണ്ടെത്താനാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കേസിലാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ തലമുടിയും നഖവുമാണ് ശേഖരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കാലമാണ് എങ്കിൽ പോലും അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനാകും എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ലഹരി കേസുകളിലേക്ക് പരിശോധന കൊണ്ടുപോകുന്നത്.